അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മമ്മിയുടെ കസിൻ്റെ മാരേജ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ രാവിലെ തന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ബിഗ് കേക്ക് ഹൗസിൽ കയറി ഞാൻ വെജ് സാൻഡ്വിച്ചാണ് കഴിച്ചത്. മമ്മി ചിക്കൻ കട്ട്ലേറ്റ് കഴിച്ചു. അപ്പോൾ ഇതാട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സേ ചൂസ് ചെയ്തുള്ളൂ. ആക്ച്വലി എനിക്കിങ്ങനെ ലെഹങ്കയൊക്കെ വെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. കാരണം പിന്നീട് അതുകൊണ്ട് എനിക്കൊരു യൂസ് ഉണ്ടാവില്ല. ഷൂട്ട് എടുക്കാമെന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു കേട്ടോ. മമ്മിയുടെ എളാപ്പാടെ മോൻ്റെ മാരേജ് ഫംഗ്ഷനാണ് കേട്ടോ. അപ്പോൾ ഫാമിലീസിലുള്ള എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനെന്താ ആരെയും എടുത്ത് പറയാത്തതെന്ന്. ഞാൻ മുന്നേ ഉള്ള വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ അങ്ങനെ ആരെയും വ്ളോഗിൽ വരാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഫാമിലി ഫംഗ്ഷനിൽ നിങ്ങൾ കൂടുതലും കാണാൻ എന്നെയും മമ്മീനെ തന്നെ ആയിരിക്കും. അപ്പോൾ കല്യാണം നല്ല വൈബായിരുന്നു കേട്ടോ. ഞാനും മമ്മിയും കൂടി കുറച്ച് പിക്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു DSLR-ൽ. അപ്പോൾ ഞാനത് സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിൽ ഈ ഒരു വീഡിയോ മാത്രമായിരിക്കില്ല ഉണ്ടാവുക. മമ്മിയുടെ വേറൊരു എളാപ്പാടെ മോൻ്റെയും കൂടി മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടും കൂടി ഒരൊറ്റ വീഡിയോ ആക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ മാരേജ് ഫംഗ്ഷൻ ഉണ്ടാവും എന്ന് പറയുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അടിപൊളി ഫുഡായിരിക്കില്ലേ എന്ന്. അപ്പോൾ പൊതുവേ എല്ലാവർക്കും മുസ്ലിംസിൻ്റെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫ്രണ്ട്സ് ആയാലും കുറേ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഫുഡ് അടിപൊളിയാണ്. പക്ഷേ എനിക്കങ്ങനെ ബിരിയാണിയോട് അങ്ങനെ വലിയൊരു താല്പര്യമില്ല കേട്ടോ. വല്ലപ്പോഴും ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കഴിക്കുന്നല്ലാതെ അങ്ങനെ വലിയൊരു ഇഷ്ടമൊന്നുമില്ല. വല്ലപ്പോഴും വല്ല കല്യാണത്തിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇടയ്ക്ക് നമുക്കിങ്ങനെ ക്രേവിങ്സ് വരുമ്പോൾ കഴിക്കാൻ തോന്നില്ലേ, അപ്പോൾ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അത്ര തന്നെ ഉള്ളൂ. അല്ലാതെ ബിരിയാണിയോട് വലിയൊരു ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അതേപോലെ തന്നെ ചിക്കനായാലും അങ്ങനെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് ഫിഷാണ് കൂടുതൽ ഇഷ്ടം. ഫിഷും റൈസുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ എന്നോട് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, കുറേ പേര് എന്നോട് പറയാറുണ്ട് മുസ്ലിം ആയതുകൊണ്ട് നല്ല ഫുഡ് കിട്ടുമല്ലേ എന്നൊക്കെ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് സദ്യ ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. അങ്ങനെ ഇന്ന ഫുഡ് മാത്രം അങ്ങനെയൊന്നുമില്ല. പറയാറുണ്ട് കുറേ പേര് നല്ല ഫുഡൊക്കെ കിട്ടുമല്ലേ എന്ന്. പിന്നെന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർക്ക് അങ്ങനത്തെ ഫുഡൊക്കെ ആയിരിക്കും കൂടുതലും ഇഷ്ടമുണ്ടാവുക, ബിരിയാണി, മന്തി അങ്ങനെയൊക്കെ. എനിക്കങ്ങനെ അതിനോടൊന്നും വലിയൊരു ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ബ്രൈഡ് ആൻഡ് ഗ്രൂമിൻ്റെ ഫോട്ടോസ് എടുക്കാം കേട്ടോ. ഇനി ഇത് കഴിഞ്ഞൊരു ലോഡ് പട വരും. ഫാമിലീനെയാണ് ഉദ്ദേശിച്ചത്. എല്ലാവരും ഭയങ്കര തിരക്കാവും കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാനും മമ്മി ലാസ്റ്റേ പോവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ തിരക്കിൻ്റെ ഇടയിൽ തീരെ പറ്റില്ല. ഒന്നാമത്തത് ഭയങ്കര ചൂടായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ കയറിപ്പോവും. അങ്ങനെ മിഡിലായിട്ട് പോവില്ല, കാരണം ഭയങ്കര ചൂടായിരിക്കും, തീരെ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ അവിടെ ആരും ഇല്ലാത്ത സമയത്ത് നമ്മൾ വേഗം പോയി ഫോട്ടോസ് എടുക്കും. അങ്ങനെയൊക്കെയാണ്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഏതൊരു കല്യാണത്തിന് പോകുമ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ. അതായത് ഈ ബ്രൈഡ് ആൻഡ് ഗ്രൂമിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമാകുമ്പോഴേക്കും അവർക്ക് മടുത്തു തുടങ്ങും. കാരണം ഒന്നാമത്തത് അവർ രണ്ടുപേരുടെയും സ്പെഷ്യലായിട്ടുള്ള ഫോട്ടോസ്, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുണ്ടാവുമല്ലോ. സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് ഫോട്ടോസ് എടുക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് അവരെ പാവം തോന്നാറുണ്ട്. അത് ഏതൊരു കല്യാണത്തിന് പോകുമ്പോഴും എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഞാൻ ആലോചിക്കുക അവരെങ്ങനെ ഈ പിടിച്ച് നിൽക്കണമെന്ന്. കാരണം ഒന്നാമത്തത് ലൈറ്റും എല്ലാം കൂടി വരുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. പിന്നെ നമ്മുടെ തറവാട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മാരേജ് ഫങ്ഷൻസൊക്കെ വെക്കുമ്പോൾ അത് മാക്സിമം അടുത്തടുത്ത് വെക്കാൻ നോക്കാറുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഒരാളുടെ ഈ വീക്കിലാണെങ്കിൽ അടുത്തൊരാളുടെ വേറൊരു വീക്കിലായിരിക്കും, അങ്ങനെ വെക്കാറുണ്ട്. രണ്ടുപേരുടെയും കൂടി ഒരുമിച്ച് അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ നിങ്ങളായാലും വിചാരിക്കുന്നുണ്ടാവും ഇത് എന്തത് ഒരു കല്യാണം കഴിഞ്ഞ് ഒരു കല്യാണം അങ്ങനെ വരുന്നതെന്ന്. കാരണം ഞാൻ അന്നും ഒരു 1 ഇയർ മുന്നേ, ഒരു 1 ഇയർ മുന്നേ ഞാൻ ഇവരുടെ നിക്കാഹിൻ്റെ വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും രണ്ടുപേരും ഏകദേശം ഒരുമിച്ചാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എന്തത് കല്യാണമാണല്ലോ എന്ന്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിൽ കൂടുതലും ഗൾഫ് കൺട്രീസിലുള്ളവരാണുള്ളത്. അപ്പോൾ അവർക്ക് ലീവ് കിട്ടിയിട്ട് വരണ്ടേ, അപ്പോൾ 2 കല്യാണം കൂടാലോ. അപ്പോൾ അങ്ങനെ ഒക്കെ ആയിട്ടാണ് ഞാൻ കഴിഞ്ഞ വർഷം ഇതേപോലെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ 2 വ്ളോഗും ഏകദേശം അടുത്തടുത്താണ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞതാട്ടോ. പിന്നെ അങ്ങനെ ഒന്നുമില്ല, എല്ലാവരും കൂടിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറി. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ അവിടെ റിസപ്ഷൻ വെക്കുന്നുണ്ട് കേട്ടോ. എനിക്കും മമ്മിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ടൊക്കെ പാർട്ടി വെയർ യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അതായത് അപ്പോഴത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, പിന്നെ അത് കഴിഞ്ഞ് അത് ഇടണമെന്നൊന്നുമില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ അതൊക്കെ ഇടണമെന്ന് തോന്നുമായിരുന്നു കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അങ്ങനത്തെ ഒന്നും എടുക്കാതിരുന്നത്. ഇതാവുമ്പോൾ ക്യാഷ്വലായിട്ട് നമുക്ക് യൂസ് ചെയ്യാമല്ലോ, എങ്ങോട്ടെങ്കിലും പോകുമ്പോഴൊക്കെ ആയാലും എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാമല്ലോ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ളത് എടുത്തത്. കാര്യം ഇങ്ങനത്തെയൊക്കെ ഭയങ്കര രസമാണ് ഫംഗ്ഷനൊക്കെ ഇടുമ്പോൾ. പിന്നെ അത് ആലോചിച്ചപ്പോൾ വേണ്ടാന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ഡ്രസ്സ് ഇടാതിരുന്നത്.
അപ്പോൾ അങ്ങനെ അതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. അവിടെയും ആക്ച്വലി ഭയങ്കര തിരക്കായിരുന്നു, അവിടെയും ഭയങ്കര ചൂടാട്ടോ. പിന്നെ കുഴപ്പമില്ല, വേഗം കഴിച്ചെണീറ്റു. ഞാനും മമ്മിയും കണ്ടില്ലേ കുറച്ചേ എടുത്തിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്കായാലും മമ്മിക്കായാലും ബിരിയാണിയോട് വലിയ ഇഷ്ടമില്ല, പിന്നെ നമ്മൾ കഴിക്കുമല്ലോ എന്തായാലും. അപ്പോൾ അങ്ങനെ കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഉറക്കം വരും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിന്നെ ഒരു ഉഷാറുണ്ടാവില്ല, അത് കഴിച്ച് കഴിഞ്ഞാൽ ഒരു എനർജി അങ്ങനെയൊന്നും എനിക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് കഴിക്കാറ് കുറവാണ്, കുറച്ചെടുത്ത് കഴിക്കും അങ്ങനെയാട്ടോ. അപ്പോൾ കണ്ടില്ലേ ഞാൻ നന്നായിട്ട് വേർക്കുന്നുണ്ട്, അവിടെ ഭയങ്കര ചൂടാട്ടോ. പിന്നെ ബീഫ് ബിരിയാണിയാണ്, നല്ല ബിരിയാണി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, ഫുഡൊക്കെ അടിപൊളിയാണ്. പക്ഷെ നമുക്ക് ഇഷ്ടാവണ്ടേ, അതാണ് കുഴപ്പം. നമ്മളത് കഴിക്കാത്തതുകൊണ്ട് നമുക്ക് വലിയ താല്പര്യമില്ല. ഫുഡൊക്കെ നല്ല ഫുഡാണ്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ബീഫിൻ്റെ പീസെല്ലാം ഞാൻ മമ്മിക്ക് ഇട്ട് കൊടുത്തു. ഞാൻ ബീഫ് കഴിക്കില്ല, എനിക്ക് ബീഫിനോട് തീരെ താല്പര്യമില്ല കേട്ടോ. അങ്ങനെ ഒട്ടും കഴിക്കില്ല എന്നല്ല ഉദ്ദേശിച്ചത്, കഴിക്കും പക്ഷെ അങ്ങനെ കുറേ ഒന്നും എടുത്ത് കഴിക്കില്ല, അതിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷെ എന്നാലും കുറച്ചെടുത്ത് കഴിക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ആൻറ്റീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, റിസപ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ സ്റ്റേജ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്റ്റേജ് വർക്ക്സ് എല്ലാം സൂപ്പറായിരുന്നു. അതേപോലെ തന്നെ റിസപ്ഷൻ്റെ ഫുഡും എല്ലാം, റിസപ്ഷൻ്റെ ഫുഡ് മാത്രമല്ല എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ അവരുടെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് മാരേജ് ഫംഗ്ഷനാണ്. നെക്സ്റ്റ് ഫംഗ്ഷൻ്റെ തലേ ദിവസം കേട്ടോ. അപ്പോൾ ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒനിയൻ കളറായിരുന്നു കേട്ടോ. എനിക്ക് ആക്ച്വലി അത് കിട്ടിയില്ല, അപ്പോൾ ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. മമ്മിക്ക് ഏകദേശം അതേപോലത്തെ കളർ കിട്ടി. ഞാൻ പ്ലാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം മോഡേൺ വെയർ തന്നെ ഈ കളർ നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി എല്ലാം ഒരേപോലത്തെ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഡ്രസ്സ് എടുത്തത് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടെടുത്ത ഡ്രസ്സാണ്. കാര്യം എനിക്ക് ആ കളർ കിട്ടിയില്ലെങ്കിലും ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ ആ ഫോട്ടോസൊക്കെ എടുത്തു. എനിക്ക് എന്താണെന്നറിയില്ല കേട്ടോ, ഈ ഒരു ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എൻ്റെ ഡ്രസ്സിനെ കുറിച്ച് പൊക്കി പറയാമെന്ന്, അങ്ങനെയല്ല കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇങ്ങനത്തെ ഇടാറില്ല, വല്ലപ്പോഴും ഡാൻസ് ക്ലാസ്സിലേക്ക് ഇങ്ങനെ ചുരിദാർ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ ഇങ്ങനത്തെ ഞാൻ ഇടാറില്ല, കുറവാട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെടുത്ത ഡ്രസ്സായതുകൊണ്ട് ഞാൻ വീണ്ടും ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് ആക്ച്വലി ഡ്രസ് കോഡിൻ്റെ കളറ്. അപ്പോൾ എനിക്ക് ഇതേ കിട്ടിയുള്ളൂ, അപ്പോൾ ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്ത് ഈ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന്, അതെന്താണെന്ന് വെച്ചാൽ അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് എന്താ അറിയില്ല, എനിക്ക് എൻ്റെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇതായിരുന്നു കളർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഇരിക്കുന്ന ആരാന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ, ഇത് ഹിബത്താത്തയും ഞാനും ഭയങ്കര കമ്പനിയാട്ടോ. എൻ്റെ അതേ ഒരു വൈബിനനുസരിച്ചുള്ള ഒരു ഇത്തയാണ്. കാര്യം എൻ്റെ ഫ്രണ്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഇത്തയാന്ന് എനിക്കിപ്പോഴും തോന്നാറില്ല. എൻ്റെ കൂടെ നല്ല കമ്പനി അടിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് എനിക്കിങ്ങനെ എന്തെങ്കിലും കുടിക്കാനൊക്കെ തോന്നി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ വീട്ടിലോട്ട് തിരിച്ചു വരുന്ന ടൈമിൽ ബേക്കറി കണ്ടു, അപ്പോൾ ഒന്നും നോക്കിയില്ല, ലൈം ജ്യൂസ് കുടിക്കാൻ കയറി. ഇത് കാര്യം പറഞ്ഞപ്പോഴാണ്, ഇവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. ദേവിക എന്നാട്ടോ പേര്. ആക്ച്വലി വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല, ഞങ്ങൾ പെട്ടെന്ന് കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിൽ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു കേട്ടോ. അപ്പോൾ അവളുടെ അമ്മ, ഏട്ടൻ, അവൾ അങ്ങനെ ഉണ്ടായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് മീറ്റായിരുന്നു സത്യം പറഞ്ഞാൽ. അയ്യോ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ ഞാനിവിടെ പിക്ക് കൊടുക്കാം. വ്ളോഗ് എനിക്ക് ആക്ച്വലി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദേവിക എന്ന് പറയുമ്പോൾ റെനിയ പ്രാർത്ഥന ഞങ്ങളുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അവളെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി, കാരണം കുറേ നാൾക്ക് ശേഷം കാണല്ലേ. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി. നെക്സ്റ്റ് ഡേ നല്ല വൈബായിരുന്നു കേട്ടോ. ഡാൻസേഴ്സും സിംഗേഴ്സും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ട്രൂപ്പുണ്ട്, അപ്പോൾ അവരുടെ ഡാൻസും പിന്നെ അതേപോലെ തന്നെ പാട്ടും എല്ലാം അടിപൊളിയായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്യാനൊക്കെ പറ്റി. സ്റ്റേജ് മൊത്തം വൈബാക്കി എടുത്തു കേട്ടോ അവർ, അടിപൊളിയായിരുന്നു. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ ഫങ്ഷൻസ് എല്ലാം തൃശ്ശൂർ ആയതുകൊണ്ട് വലിയ സീനില്ല. ഇത് കുറച്ച് ദൂരെ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ടൈമിലൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നേരത്തെ ഇറങ്ങേണ്ടി വരും. മമ്മിയുടെ വേറെ കസിൻസ് ഉണ്ട്, അവരുടെ മാരേജൊക്കെ വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്നായിരുന്നു. അപ്പോൾ നമ്മളിവിടെ നിന്ന് നേരത്തെയൊക്കെ പോയ ടൈമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര വൈബൊക്കെ തന്നെയായിരുന്നു. ബസ്സിലൊക്കെ അടിപൊളിയായിട്ട് ചില്ല് ചെയ്ത് പോകാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അടുത്തായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇവരുടെ പാട്ട് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മൾ ചോദിച്ചു ഇവർ ഏതാ ഡിസ്ട്രിക്റ്റ് എന്ന് ഇവരോട് ചോദിച്ചു കേട്ടോ. ഇവർ മലപ്പുറം ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, വൈബായിരിക്കും. ഇവരുടെ തന്നെ കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കുറേ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കല്യാണച്ചക്കൻ നന്നായിട്ട് പാട്ട് പാടും കേട്ടോ. നെബിലോമ നല്ല സിംഗറാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കൂടുതലും ഹിന്ദി സോങ്സ് കേൾക്കാനാണ് ഒന്നുകൂടി രസം. ഞാൻ ഹിന്ദി സോങ്സിൻ്റെ ഫാനാട്ടോ. അപ്പോൾ നെബിലോമയുടെ ഹിന്ദി സോങ്സ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. ബിരിയാണി ആയിരുന്നു, അപ്പോൾ ചിക്കൻ 65 ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റാർട്ടേഴ്സായിട്ട് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, നഗറ്റ്സ്, ഫ്രഞ്ച് ഫ്രൈസ്, അതൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും ഡാൻസ് കാണാൻ വേണ്ടി വീണ്ടും ഇരുന്നു കേട്ടോ. അവർ അപ്പോഴേക്കും കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവർ 4 or 5 കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോ 3 ആണോ ഓർമ്മയില്ല. ഇത്രയും കോസ്റ്റ്യൂം അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. എല്ലാം നല്ല വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു നമുക്ക്. ഭയങ്കര രസമായിട്ട് അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫാമിലിയിൽ തന്നെ പാടുന്നവരുണ്ട് കേട്ടോ. മമ്മിയുടെ കസിൻസ് കുറച്ച് പേരൊക്കെ പാടുന്നവരുണ്ട്. അപ്പോൾ അവരുടെ പാട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ ഇറ്റ്സ് മീ ഡാൻസ് വിത്ത് സൈനിങ് ഓഫ്. ഗുഡ് ബൈ ഉമ്മ.